الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد الله سبحانه وتعالى ദീനുൽ ഇസ്ലാമില് വളരെ ശക്തമായ ഭാഷയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇന്ന്. നമ്മളെ ശുറൂത്തു സ്വലാത്ത് നിന്ന് മാറി ആ വിഷയത്തിന് അല്പം ഗൗരവം ഉള്ളത് കൊണ്ടാണ്. അതിലൊന്ന്, കാരണം നമ്മള് സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. ആഖിറത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടാൻ അധ്വാനിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്ന ചില ചെറിയ പോരായ്മകൾ നമുക്ക് ചിലപ്പം സ്വർഗം തന്നെ നഷ്ടപ്പെടുത്തുന്ന പ്രശ്നമായി മാറിയേക്കാം. നമ്മൾ കാണുന്നത് ചിലപ്പം ചെറിയ പ്രശ്നമായിട്ടായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ വലുതും ഗൗരവപ്പെട്ടതുമായിരിക്കും. അതിലൊരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ റിസ്ക് തീരുമാനിച്ചു വെച്ചതാണ്. അതൊരു കടുക് മണി പോലും അധികം നമ്മൾ കുറെ അധ്വാനിച്ചു എന്നതിനെ കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. അത് നമുക്ക് യഖീൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇനി ഒരാൾ കഷ്ടപ്പെട്ടില്ല, മൂലക്കിരുന്നു, അതിനെ കൊണ്ട് എഴുതപ്പെട്ടതിൽ ഒരു കടുക് മണി കുറയാനും പോകുന്നില്ല. നഹ്നു ഖസ്സംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിലെ ജീവിതത്തിൽ അവരുടെ മഈശ, അവരുടെ ജീവിതോപാധികൾ, അവരുടെ വരുമാന മാർഗം, അത് നാം അവർക്ക് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പറയാ, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് എന്ന് ചോദിച്ചതിന് ശേഷം ഇത് പറയുന്നു, അവരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്തുകൾ അവർക്ക് വിഭജിച്ചു കൊടുക്കുന്നത്? അല്ല, അള്ളാഹു അല്ലാത്ത ഒരാളും അല്ല. അത് എപ്പോഴാണ് തീരുമാനിച്ചത്? ഓരോ മനുഷ്യന്മാരും അവരുടെ ഉമ്മാന്റെ ഗർഭാശയത്തില് 4 മാസം പൂർത്തിയാക്കിയ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവന് കിട്ടേണ്ട റിസ്ക് എന്താണ്, എവിടെ നിന്നാണ്, ഏതാണ് കൃത്യമായി. അതല്ലാണ്ട് വേറെ ഒന്നും മനുഷ്യന് കിട്ടൂല, ആ കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖതാദ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അതായത് മനുഷ്യന്മാർക്ക് ഉള്ള റിസ്ക് ഏകീകൃതമല്ല. അങ്ങനെ ആക്കിയാൽ ദുനിയാവിൽ ഫസാദ് തീരൂല, മറിച്ച് വ്യത്യസ്തമാണ്. അതായത് ചില ആളുകൾ മറ്റു ചിലരിലേക്ക് റിസ്കിന്റെ കാര്യത്തിൽ ആവശ്യക്കാരാണ്. ഇപ്പൊ എല്ലാരും ഒരേപോലെ പണക്കാരായാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ആരാ ചെയ്യാൻ? നീ എല്ലാരും താഴേക്കിടയിലുള്ള അവസ്ഥയിലായി. അള്ളാഹു അങ്ങനെ ആക്കിയാൽ അവര് ഏത് പണക്കാർക്ക് ആ ജോലി ചെയ്ത് കൊടുക്കുക? അതുകൊണ്ട് അള്ളാഹു മുതലാളി, തൊഴിലാളി, അതൊക്കെ അള്ളാഹു വെച്ച ഒരു തർത്തീബാണ്. ഇല്ലെങ്കിൽ ദുനിയാവ് ഫസാദ് കൊണ്ടും ഫിത്ന കൊണ്ടും നിറയും. അള്ളാഹുവിന്റെ ദുനിയാവിന്റെ തർത്തീബിന് ഒരു മീസാനുണ്ട്. അത് നമ്മളായി തെറ്റിച്ചാൽ എല്ലാം തകിടം മറിയും. അതെങ്ങനെയാണോ അള്ളാഹു തീരുമാനിച്ചത് അതാ ഒഴുക്കിൽ അങ്ങനെ പോണം. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ റിസ്കിന്റെ ഉത്തരവാദിത്തം അത് ഞാൻ ഏറ്റെടുത്തതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഹയാത്തോടുകൂടെ ഭൂമിയിൽ, അഥവാ റിസ്ക് ആവശ്യമുള്ള അവസ്ഥയിൽ ഭൂമിയിലേക്ക് ഏതൊക്കെ ജീവികൾ, ദാബത്ത് എന്ന് പറഞ്ഞാൽ ജീവിയാണ്, അതിൽ മനുഷ്യരും പെട്ടു, മനുഷ്യതര ജീവജാലങ്ങളെല്ലാം പെട്ടു, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ റിസ്കിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, കിട്ടിയിരിക്കും. ഒരിക്കലും അള്ളാഹു ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയും അതിനെ അതിന്റെ പാട്ടിന് വിടുകയും ചെയ്യൂല. അത് അള്ളാഹിന്റെ സുന്നത്തിന് എതിരാണ്. പക്ഷെ മനുഷ്യന്മാരായ നമുക്ക് യഖീന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ എന്നെ പറ്റി അടക്കം പറയാട്ടോ, കുറ്റപ്പെടുത്തി പറയുന്നല്ല. നമുക്ക് റിസ്കിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ ജോലിയുടെ കാര്യത്തിൽ, ശമ്പളത്തിന്റെ കാര്യത്തിൽ, വരുമാനത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അത് നമ്മുടെ യഖീൻ കുറവ് കൊണ്ടുണ്ടാവുന്ന ടെൻഷനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
ദുനിയാവിൽ മനുഷ്യരല്ലാത്ത ജീവികൾക്ക് റിസ്ക് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നല്ല യഖീനോടെ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്ത അള്ളാഹുവിൽ നിങ്ങളെ ഏൽപ്പിക്ക്. ലറസഖകും കമാ യർസുഖു ത്വയ്ർ. മനോഹരമായ വാക്കാണ്. പക്ഷികൾക്ക് റിസ്ക് നൽകും പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകും. നമ്മളെ മടക്കേരി പള്ളിയിൽ വൈകുന്നേരം കയറിയിരുന്നാൽ മലന്റെ മുകളിലാണല്ലോ, അപ്പൊ താഴ്വാരത്ത് ഉള്ള മരങ്ങളിൽ പക്ഷികൾ വന്ന് ചേക്കേറുന്നത് വൈകുന്നേരം ആകുമ്പോൾ കാണാൻ പറ്റും. മനോഹരമായ ഒരു കാഴ്ചയാണ്. കാക്കയുണ്ട്, കൊക്കുണ്ട്, മറ്റു പക്ഷികളുണ്ട്, കലപില ശബ്ദങ്ങള്. ഞാൻ എപ്പോ മഗ്‌രിബിന് മുമ്പ് പള്ളി കയറി ആ സ്ഥലത്ത് പോയിട്ട് അങ്ങ് നിൽക്കും അത് കാണാൻ. വൈകുന്നേരം ആകുമ്പം ഈ പക്ഷികൾ അവരുടെ കൂട്ടിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കെന്നെ ഹിമാസൻ. ഈ മരങ്ങളിലും പൊത്തുകളിലും ഒക്കെ ജീവിക്കുന്ന പക്ഷികൾ രാവിലെ ആ കൂട് വിട്ടിറങ്ങുന്നത് ഹിമാസൻ, ഒട്ടിയ വയറുമായിട്ടാണ്. എവിടെയാ ഇതിന്റെ റിസ്ക് ഉള്ളത്, എന്താ ഇന്ന് തിന്നുക, എവിടുന്നാ കിട്ടുക, എത്രയാ കിട്ടുക, ഒന്നും അതിനറിയില്ല. ഒരൈഡിയ ഇല്ല. പക്ഷെ എന്തുണ്ട്? യഖീനുണ്ട്. എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എന്റെ റിസ്ക് ഇന്ന് എനിക്ക് ഏതോ എവിടെയോ എത്രയോ വെച്ചിട്ടുണ്ട് എന്ന യഖീൻ ആ പക്ഷിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അത് വരുന്നത് വയറ് നിറച്ചിട്ടാണ്. ഒരിത്തനെയും അള്ളാഹു പട്ടിണി നടത്തുന്നില്ല. ആ പക്ഷികൾക്ക് അന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ഉത്കൃഷ്ടരാണ്. നിങ്ങൾ അള്ളാഹു പട്ടിണി കിടൂല, തന്നിരിക്കും. പക്ഷെ നമ്മൾ വെപ്രാളത്തിലാണ്, നെട്ടോട്ടമാണ്. ഹറാമിന്റെ വഴികളൊക്കെ സ്വീകരിക്കുന്നത് ഈ യഖീനില്ലായ്മയാണ്. മാത്രമല്ല, നമ്മൾ കപ്പലിൽ യാത്ര ചെയ്താൽ വെറുതെ അല്ല അള്ളാഹു പറഞ്ഞ ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, സഞ്ചരിക്കാത്ത മുഅ്മിനുകൾ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് കേടുവരും. ഒന്നുമില്ലെങ്കിലും പായല് വരും, അതുമല്ലെങ്കിലും ചെറിയൊരു നാറിയ മണം വേണം. ഇറങ്ങി സഞ്ചരിക്കണം. ഒഴുകുന്ന വെള്ളം പോലെയാണ് സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങൾ. എപ്പോഴും ക്ലിയർ ആയിരിക്കും, പലതും കാണും, അറിയും, അനുഭവിക്കും. അപ്പൊ കപ്പലിൽ നമ്മൾ പോകുമ്പോൾ ചുറ്റും കടല്, കര കാണാത്ത കടൽ. പക്ഷെ അതിനിടയിൽ ചില പക്ഷികൾ, അവര് കടലുകളിൽ നമ്മൾ പൊങ്ങിക്കാണുന്ന ചില പാറകളിലാണ് കൂടുകൂട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഭക്ഷണത്തിന്റെ ഉറവിടം എങ്ങനെയാണ്? ഒരു ചർച്ചയായി കപ്പില്ല. അപ്പൊ ഇങ്ങനെ പല ആൾക്കാരും പലതും പറഞ്ഞ കൂട്ടത്തിൽ വന്ന ഒരു ഇൽമ്, കടലുകളിൽ ടൺ കണക്കിന് ഭക്ഷണം ആവശ്യമുള്ള മത്സ്യങ്ങളുണ്ട്. ഇപ്പൊ നീലത്തിമിംഗലം, അതല്ല ഏറ്റവും വലിയ കരയിലെ ജീവി. അതിന്റെ ഒരു താടിയല്ല എന്റെ നീളവും എന്റെ തടിയും ഉണ്ട്. ഞാൻ എത്ര കിലോ ഉണ്ട് എന്നറിയാം? നോക്കിട്ട് പറഞ്ഞേക്ക്. 110 കിലോ ഉണ്ട്. അൽഹംദുലില്ലാഹ്. തിന്നൊന്നും വേസ്റ്റ് ആയിട്ടാന്ന് അർത്ഥം. ഇതിനില്ല, തൂക്കം വെറുതെ കുറയോ? ഇത് കുറയണ്ടേ? അള്ളാഹു രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. ഒരു താടിയലിന്റെ നീളം അതാണെങ്കിൽ ഒരു ദിവസം അതിന് എത്ര ഭക്ഷണം ആവശ്യമുണ്ട്? അതിന്റെ വേറെ ഇതാവണ്ടേ? അങ്ങനത്തെ ആയിരക്കണക്കിന് മത്സ്യങ്ങൾക്ക് വിശക്കുന്ന സമയം എനിക്ക് വിശക്കുന്നേന്ന് പറയാതെ റബ്ബ വിശപ്പറിയുന്നുണ്ട്, അതിന്റെ റിസ്ക് കൃത്യസമയത്ത് കൊടുക്കും ചെയ്യും. അതിൽപ്പെട്ടതാണ് ഈ ഷാർക്കുകൾ, സ്രാവുകൾ. എന്താ ഇതിന്റെ പ്രത്യേകത? നീലത്തിമിംഗലങ്ങൾ മത്സ്യത്തെ വിഴുങ്ങലാണ്. യൂനുസ് നബിനെ വിഴുങ്ങിയത് തിമിംഗലാണല്ലോ. സ്രാവുകൾ കടിച്ചു പറിച്ചു തിന്നലാണ്. അതിന്റെ പല്ലുകളുണ്ടല്ലോ. അപ്പൊ ഈ പറിച്ചു തിന്നുന്ന സ്രാവുകളുടെ പല്ലുകൾക്കിടയിൽ ഇറച്ചികൾ ഒട്ടിക്കിടക്കും. അത് ഉണക്കിക്കളയാൻ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ വന്ന് വായും പൊളിച്ച് വെയിൽ കാഞ്ഞ് ഇവകൾ കിടക്കും. അത് ഈ പാറന്റെ മുകളിൽ നിൽക്കുന്ന പക്ഷികൾ കാണും. അത് വരും, പല്ലുകൾക്കിടയിൽ നിന്ന് ഇറച്ചികൾ കൊത്തിപ്പറിച്ച് തിന്നും. അതിന്റെ പല്ലും ക്ലിയറായി, പക്ഷിയുടെ വിശപ്പും. സുബ്ഹാനല്ലാഹ്. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്രാവുകൾക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷികൾക്ക് ഏതെങ്കിലും പക്ഷി മാപ്പിളയും കൂടുതൽ കൂട്ടിയിരുന്നിട്ട് ഇന്നെന്താ തിന്ന, ഇത് എവിടെയെന്ന് ഉണ്ടാവുക, ഒരു ചർച്ചയില്ലല്ലോ. മനുഷ്യരാകുന്ന ബുദ്ധിയുള്ള, താക്കത്തുള്ള, കൂവത്തുള്ള, ഈമാനുള്ളവർക്കാണ് ഏറ്റവും വലിയ ടെൻഷൻ. യഖീനെതിരാണ്. ഇല്ല ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹു ഏറ്റെടുത്തു. ഇബ്നു കസീർ
റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അന്നഹു അല്ലാഹു തആല മുതകഫലുൻ ബിഅർസാഖിൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളുടെ റിസ്ക് സ്വയം ഏറ്റെടുത്തവനാണ്. ഞാൻ തരുന്ന പറഞ്ഞു, ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, അടിമകളെ ഞാൻ നിങ്ങളോട് റിസ്ക് ആവശ്യപ്പെടുന്നില്ല, ഞാൻ നിങ്ങൾക്ക് തരും, അത് എന്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ ഒരു വിഷയമാണ്, ഏറ്റെടുത്തിട്ടുണ്ട് എന്റെ കൈമൽ നിങ്ങളെ റിസ്ക്കും ഉണ്ട്, പക്ഷെ നിങ്ങളെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അധ്വാനം അതിന്റെ പേരിൽ ആവശ്യമാണ്. അതൊരു സുന്നത്ത് നടപടിക്രമമാണ്. അധ്വാനിച്ചാലേ റിസ്ക് കിട്ടൂ, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. എന്നാൽ റിസ്ക് എന്റെ റബ്ബ് ഏറ്റെടുത്തതാണ്, പക്ഷെ എന്റെയും കൂടി അധ്വാനം അതിൽ ഉണ്ടാവണം. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ആ സുന്നത്ത് നടപ്പിലാക്കുമ്പോൾ എന്തുണ്ട്? കൂലിയുണ്ട്, ഇബാദത്തായി മാറി. അപ്പൊ കൂലിയും കിട്ടലായി, നിശ്ചയിച്ച റിസ്ക്കും വരിച്ചായി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ മയപ്പെടുത്തി തന്നു. ഫംശൂ ഫീ മനാകിബിഹ, നിങ്ങൾ അതിന്റെ ചുമരുകളിൽ, ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ എന്ത് ചെയ്യുക? ഒരു അള്ളാന്റെ ഒരു പ്രത്യേക വാക്കുണ്ട് അവിടെ, ഫംശൂ, എന്താർത്ഥം? നടക്കുക. റിസ്കിന് വേണ്ടി വല്ലാണ്ട് നിങ്ങൾ ഓടണ്ട, എന്ത് ചെയ്താൽ മതി? നടന്നാ മതി. എന്നാൽ ആഖിറം പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞ വാക്ക് എന്താണ്? സരിഉ, ഓടണം. വസ്തബിഖു, മത്സരിച്ചോടണം. ദുനിയാവ് പറഞ്ഞപ്പം ഫംശു, നടന്നാ മതി. നമ്മൾ നേരെ ഉൾട്ടേക്ക് ഈ ഓടുന്നതിലാ ദുനിയാവിന്. സുബഹിസ്കരിക്കാൻ വരുമ്പോഴോ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. സഹാബത്ത് നേരെ തിരിച്ചാണ്. സഹാബത്ത് നേരെ തിരിച്ച് അള്ളാഹ് പറഞ്ഞ പോലെയാണ്. റിസ്കിന്റെ കാര്യത്തിൽ അവർ മഷിയാണ്, ഭൂമിയിൽ നടത്തം. വൈകുന്നേരം ആകുമ്പോ കുടുംബത്തിന്റെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. എന്നാൽ ഖൈറിന്റെ കാര്യങ്ങളിലോ ആഖിറവുമായി ബന്ധപ്പെട്ടതിലോ അവര് മുസാബഖയിലാണ്, മത്സരത്തിലാണ്, ഓട്ടത്തിലാണ്. എന്താണോ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചത് അത് നിങ്ങൾ തിന്നോളി, നിങ്ങൾ നടന്നാ മതി. അള്ളാഹു പറഞ്ഞ വാക്ക് നോക്കി, നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യുക. നിന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അത് തരും. കുലു, അതെന്ത് ചെയ്തോളണം? തിന്നോളണം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കും വേണ്ട, പോകും വേണ്ട. ഖലാസ് എന്ന് പറഞ്ഞൊരു മുഅ്മിനിന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ സ്വസ്ഥമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി മാനസിക രോഗിയാവില്ല. ഒരു പക്ക മുഅ്മിനിന് ഈ മോട്ടിവേഷൻ ക്ലാസിന്റെ ആവശ്യമില്ല. ഒരു നല്ല ഈമാനുള്ള മനുഷ്യന് സൈക്കോളജി ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ആവശ്യമില്ല. അവന്റെ ഏറ്റവും വലിയ സൈക്കോളജി ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹിയാണ്. ഈ സഹാബത്തിന്റെ കാലത്ത് എപ്പോഴെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് റസൂൽ ദുനിയാവിന്റെ കാര്യത്തിൽ? സഹാബത്ത് പോട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മുൻഗാമികളിൽ ആർക്കെങ്കിലും താരീഖിനെ കാണാനില്ല. കാരണം അവർക്ക് ഇതിൽ അത്ര യഖീനാണ്. ചെയ്യേണ്ടവർ ചെയ്യുന്നു, എന്താണോ റബ്ബ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും ദുനിയാവിന്റെ വിഷയത്തിൽ കുറ്റപ്പെടുത്തരുത്. എങ്ങനെ? ഗൾഫിൽ പോയി 5 കൊല്ലം നിന്നു, അവൻ പെട്ടെന്ന് ജോലി ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിന് പോയി? 5 കൊല്ലം പോയി വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഒരു പോലും ആക്കിയില്ല. ശരിക്കും നമ്മൾ ആരെയെ കുറ്റപ്പെടുത്തുന്നു? ഓൻ വെറുതെ ഇരുന്നിട്ടാണെങ്കിൽ ഓക്കെ, അവൻ അധ്വാനിച്ചു. അവൻ അധ്വാനിച്ചത് 100%. പക്ഷെ അള്ളാഹ് എഴുതിയ റിസ്ക് 10 ആണെങ്കിൽ ഓന് 110 കിട്ടൂല, 10 കിട്ടുള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ കുറ്റം പറയാ? വഖുലൂ ബിർരിസ്ഖി, അധ്വാനിച്ചോളി. ഞാൻ എന്താണോ തന്നത് അത് നിങ്ങൾ എന്ത് ചെയ്തോ? സന്തോഷത്തോടെ തിന്നോളി. മാത്രമല്ല അള്ളാഹു പറഞ്ഞു, നിസ്കാരം അധ്വാനത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം അധ്വാനിക്കാൻ പ്രേരിപ്പിച്ച പോലെ ദുനിയാവിൽ വേറെ ഒരു ദീനും പ്രേരിപ്പിച്ചില്ല. ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിസ്കാരം റിസ്ക് കിട്ടാനുള്ള സബബാണ്, ബർക്കത്ത് കിട്ടാനുള്ള സബബാണ്. അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കാനുള്ള സബബാണ് നിസ്കാരം. പക്ഷെ അത് തന്നെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെ പോയിക്കൊള്ളണം. പിന്നെ പള്ളിയിൽ മൂലക്ക് ഇരുന്നിട്ട് തന്നോളം പറഞ്ഞ പോരാ, വിട്ടോളണം. ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകണം, അവിടെ ഇല്ലെങ്കിലോ അതിനപ്പുറത്തേക്ക് പോകണം. ഇന്തിഷാർ, പരക്കാനാ പറഞ്ഞു. അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക.
അപ്പൊ റിസിക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൂലക്ക് ഇരുന്നാ മതി. തവലികാരെ പറയും പോലെ, അരെ ഭായി 4 മഹീന നിക്കലോ, ഹിമ്മത്ത് കെ സാത്ത് ജാവോ, ഹമാരാ കാം കോൺ ദേഖേഗാ, ഘർ കോൺ ദേഖേഗാ, ഊപ്പർ വാല ദേഖേഗാ ഭായി, തും ജാവോ. അങ്ങനെ ദേഖേഗയില്ല. ചെയ്യേണ്ട നമ്മളത്തെ ചെയ്യാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അധ്വാനിക്കൽ ഇബാദത്താണ്, അത് ദീനിന്റെ ഭാഗമാണ്. മാത്രമല്ല സൂറത്തുൽ മുസമ്മിലിൽ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്ന മിൻ സുലുസയിൽ ലൈലി വനിസ്ഫ എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അത് നിർവഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഫഖറഊ മാ തയസ്സറ മിൻ പറഞ്ഞല്ലോ, കുറച്ച് ഓതിയാ മതി, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ വാക്കിനടുത്ത് അള്ളാഹു ഈ ദുനിയാവിന് വേണ്ടി റിസ്കിന് വേണ്ടി അധ്വാനിക്കുന്നവരെയും മുജാഹിദിനെയും ഒരുമിച്ചാ പറഞ്ഞു. ഏതായത് യബ്തഗൂന മിൻ ഫദ്ലില്ലാഹി വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. ചില ആളുകൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും പിന്നെ അള്ളാന്റെ ഫദ്ലിനു വേണ്ടി ജോലി ചെയ്ത് അധ്വാനിക്കുന്നവരും എന്ന് അള്ളാഹു ചേർത്താ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ സ്ഥാനത്താണ് റിസ്കിന് വേണ്ടി അധ്വാനിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. അപ്പൊ ചില്ലറ സംഗതി അല്ലാതെ അർത്ഥം. കഷ്ടപ്പെടുണ്ടെങ്കിലും അധ്വാനിക്കുന്ന ഇബാദത്താണ്, കൂലിയുള്ള കാര്യം. പക്ഷെ അതിന്റെ കൂടെ എന്ത് വേണം? യഖീൻ വേണം. റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ്, എനിക്ക് അള്ളാഹ് നിശ്ചയിച്ചതേ കിട്ടൂ, അതിന്റെ അപ്പുറത്ത് കിട്ടൂല, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കിട്ടിയതിൽ എന്തില്ല? അമിതമായിട്ടുള്ളൊന്നുമില്ല. അൽഹംദുലില്ലാ. കിട്ടിയിട്ടില്ലെങ്കിലോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദി. ഒരു മനുഷ്യൻ തിന്നുന്ന ഭക്ഷണത്തിലെ ഏറ്റവും ഖൈറായ ഭക്ഷണം അവനവന്റെ കൈകൊണ്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയിലൂടെ തിന്നുന്ന ഭക്ഷണം. കൈകൊണ്ട് ജോലി ചെയ്ത പൈസക്ക് അഥവാ അധ്വാനിച്ചുണ്ടാക്കിയ ജോലി ചെയ്തുണ്ടാക്കിയ റിസ്ഖാണ് ഏറ്റവും ഖൈറ്. മാത്രമല്ല ഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം കഴിച്ചത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തിട്ടല്ല, മറിച്ച് സ്വയം കൈകൊണ്ട് ജോലി ചെയ്ത് വിറ്റ് അതിന് കിട്ടുന്ന കാശ് കൊണ്ടാണ് കുടുംബം പുലർത്തിയത്. നബിയാണ്, അതിനോടൊപ്പം ആരുമാണ്? റസൂലാണ്. സബൂർ കിട്ടിയ റസൂലാണ്, അതിനോടൊപ്പം രാജാവുമാണ്. എന്നിട്ടും കൊല്ലപ്പണിക്കാരൻ ഇരുമ്പിനെ അള്ളാഹു അദ്ദേഹത്തിന് മെഴുകാക്കി കൊടുത്തതാണ്. കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ചൂടാക്കാതെ കൈകൊണ്ട് എന്താണോ ആക്കേണ്ടത് ഇരുമ്പിനെ അങ്ങനെ ആക്കാൻ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പറ്റും. അത് വിൽക്കും, ആ പൈസക്കാണ് ജീവിച്ചത്. അപ്പൊ ഏറ്റവും ഖൈറായ റിസ്ക് അധ്വാനിക്കുക, എന്നിട്ട് ആ അധ്വാനത്തിന്റെ ഫലമായി അള്ളാഹു എന്താണോ തന്നത് അത് തൃപ്തിയോടെ സ്വീകരിക്കുക, കുടുംബത്തിനെ ഭക്ഷിപ്പിക്കുക, സ്വന്തം കഴിക്കുക, റാഹത്തോടെ ജീവിക്കുക. മാത്രമല്ല വഖാല ബഅദു സലഫ്, മുൻഗാമികളിൽ ചില ആൾക്കാർ പറഞ്ഞു, ഇന്ന മിനദ്ദുനൂബി ദുനൂബ, ചില പാപങ്ങളുണ്ട്, മനുഷ്യന്മാർക്ക് വന്നേക്കാവുന്ന ചില തെറ്റുകൾ. ലാ യുകഫിറുഹ, ആ തെറ്റുകൾക്കുള്ള കഫാറ, അതിനെ മാപ്പ് ചെയ്യിപ്പിക്കുന്നത്, അതിനെ പൊറുപ്പിക്കുന്നത് ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ, തനിക്കും തന്റെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കാനായി അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിക്ർ, ഹമ്മ്, ഒരു വിഷമം ഉണ്ടാവല്ലോ, അതിനെപ്പറ്റിയുള്ള ചിന്ത, അതായിരിക്കും ചിലപ്പം ആ പാപത്തിനുള്ള കഫാറ. അത്ര വലിയ ഇബാദത്താണ് റിസ്കിന് വേണ്ടി അധ്വാനിക്കൽ എന്നർത്ഥം. വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല, ജോലി ചെയ്യണം. ചെയ്തിട്ട് എന്താണോ അള്ളാഹു തന്നത് അതിൽ തൃപ്തനാവണം. അതാണ് ഏറ്റവും ഖൈറായ ഭക്ഷണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം നടന്നു വരിക, കൂടെ ഹവാരികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, മാ തസ്ന, നിന്റെ ജോലി എന്താ? അദ്ദേഹം പറഞ്ഞു, അതഅബ്ബദ്, ഇബാദത്താണ്. തബീഗാരനെ സൂഫി, എന്റെ ജോലി എന്താണ്? ഇബാദത്ത് ചെയ്യലാണ്. 24 മണിക്കൂർ പള്ളിയിലുണ്ടാവും, നിസ്കാരക്കുപ്പായത്തിൽ ഇറങ്ങലേ ഇല്ല. അത് ചില മനുഷ്യന്മാരുണ്ടാവും, അതൊന്നും ദീനല്ലാട്ടോ, അവരെ കണ്ടാലും തെറ്റിദ്ധരിച്ചു ഒന്നും വേണ്ട, ദീനല്ല. അദ്ദേഹം പറഞ്ഞു, ചില ആൾക്കാരുണ്ടാവും, അവർ വിചാരം ഒളവണ്ണ എന്ന് പറയുന്ന ഈ നാട് തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മളെപ്പോലത്തെ ആബിദ്യങ്ങളെ കൊണ്ടാണ് അവർ വിചാരം. തഅബ്ബദ്, അയാൾ പറയാണ് എന്റെ ജോലി ഇബാദത്താണ്. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വമൻ യഊലുക്, അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? നിന്റെ കുടുംബത്തിന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ. ഖാല അഖി, ആരുണ്ട്? എന്റെ സഹോദരനുണ്ട്, പാവം. ഓൻ രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം എന്റെ ഭാര്യക്കും മക്കൾക്കും ഓൻ തന്നെ കൊണ്ടേ കൊടുക്കും. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വഅൈന അഖൂക്,
ഇപ്പൊ നിന്റെ സഹോദരൻ എവിടെയാ ഉള്ളത്? ഖാല ഫീ മസ്റഅ. എവിടെയാ? കൃഷിക്ക് പോയിരിക്കുകയാണ്, പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അഖൂക അഅബദു ലില്ലാഹി മിൻക. നിന്റെ ആ സഹോദരനല്ലേ, അയാളാണ് നിന്നേക്കാളും അള്ളാഹുവിന് ഏറ്റവും വലിയ ഇബാദത്ത് എടുക്കുന്നവൻ. അല്ലാണ്ട് പള്ളിയിരിക്കുന്ന നീയല്ല, റിസ്ഖിന് വേണ്ടി അധ്വാനിക്കാൻ പോയ ആളാണ് ഏറ്റവും വലിയ ആബിദ്. അപ്പൊ ഇസ്ലാം ഒരിക്കലും അങ്ങനെ അധ്വാനിക്കുന്നതിനെയോ കഷ്ടപ്പെടുന്നതിനെയോ റിസ്ഖിന് വേണ്ടി പണിയെടുക്കുന്നതിന് ഇതൊന്നും വിമർശിച്ചിട്ടില്ല, അതിനെ ഒരു 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 ആക്ഷേപിച്ചിട്ടുമില്ല. മറിച്ച് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധ്വാനിക്കണം, കഷ്ടപ്പെടണം. എത്ര അധ്വാനിച്ചാലും എന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതേ എനിക്ക് കിട്ടൂ എന്ന വിശ്വാസം വേണം. ആ കിട്ടിയതിൽ തൃപ്തി ഉണ്ടാവണം. ഇതില്ലാതെ അതിനപ്പുറത്ത് സമ്പാദിക്കാൻ വഴിവിട്ട വഴി സ്വീകരിക്കൽ ഹറാം. ഒരു കാരണവശാലും അതിനെപ്പറ്റി മുഅ്മിനീങ്ങൾ ചിന്തിക്കാനേ പാടില്ല. പക്ഷെ ഇന്ന് ആകെ തകിടം പറഞ്ഞിട്ടാണ്. അത് പറയാനുള്ള കാരണം തന്നെ അതാണ്. പൈസ ഉണ്ടാക്കുക, ഇതല്ലാതെ വേറെ ഒരു ചിന്ത മനുഷ്യന്മാർക്കില്ല. എങ്ങനെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാര്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ വരെ പൈസ ഉണ്ടാക്കുക. വിവാഹം എന്ന് അവർക്ക് ഇപ്പൊ ഇഷ്ടമല്ല. കല്യാണം എന്ന് പറയുന്ന സംഗതി വേണ്ടെന്നാ പറയുന്നത്. ഒരു 20-22 വയസ്സല്ലായ പെൺകുട്ടികൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, നമ്മുടെ കാലിൽ നിന്നോ, നമ്മുടെ കാലം നമ്മൾ നോക്കിക്കോളും. രണ്ടുപേരും അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ദീനുൽ ഇസ്ലാം വളരെ കണിശമായ നിലപാട് റിസ്ഖിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ അധ്വാനത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹർ റുസുലു, ഏ മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാതി, നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ത്വയ്യിബാത്തുകൾ തിന്നുകയും വഅമലു സാലിഹ, സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുക. ആരോട്? മുർസലീങ്ങളോട്. അംബിയാ മുർസലീങ്ങൾ മഅസൂമുകളാണ്, തെറ്റ് ചെയ്യൂല, തെറ്റിനെ പറ്റി ചിന്തിക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ റിസ്ഖിന്റെ കാര്യത്തിലും അതീവ ശ്രദ്ധയാലുക്കളായിരിക്കും. എന്താണ് ഞാൻ തിന്നുന്നത്, എന്റെ കുടുംബത്തിന് എന്താ തിന്നാൻ കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആളുകളുടെ ചുമലുകൾ കവച്ചു വെച്ച് വീട്ടിലേക്ക് ഓടുക. സഹാബത്ത് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷാന്റെ അടുത്ത് ഒരു ഈത്തപ്പഴം ഞാൻ കണ്ടിരുന്നു. അത് സ്വതക്കയുടെ ഈത്തപ്പഴമാണോ അതല്ല എന്റെ വീട്ടിലേതാണോ എന്ന് എനിക്ക് സംശയമായി. ഉറപ്പില്ല, സംശയമാണ്. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അതാരെങ്കിലും വീട്ടുകാരെടുത്ത് കഴിക്കുമോ എന്ന് എനിക്ക് പേടിയായി. കാരണം സ്വതക്കയുടെ പെട്ടതാണെങ്കിൽ അഹ്ലുബൈത്തിന് സ്വതക്ക എന്താണ്? ഹറാമാണ്. അത് ഹറാമു തിന്നേക്കുമോ എന്ന് എനിക്ക് പേടിയായി. അതുകൊണ്ടാണ് ഞാൻ പോയത്. അത്ര ശ്രദ്ധ കാണിക്കുന്നു അംബിയാ മുർസലീങ്ങൾ. മുതശാബിഹാണ്, ഹറാമാണോ ഹലാലാണോ സ്വതക്കയാണോ അല്ല സ്വന്തം വീട്, ഒരു ഉറപ്പില്ല. സംശയിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൗരവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ നബിനെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു, കുലൂ മിനത് ത്വയ്യിബാത്ത്, മുസ്ലിങ്ങളെ ത്വയ്യിബാത്ത് മാത്രമേ തിന്നാവൂ. എന്താണ് ത്വയ്യിബാത്തിന് അർത്ഥം? രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ആരോഗ്യപരമായതേ തിന്നാവൂ. അപ്പൊ ഡോക്ടർമാരോ മറ്റോ ഇന്ന ഭക്ഷണം നീ കഴിച്ചൂടാ എന്ന് എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ കഴിച്ചൂടാ. മുജറബായ ഡോക്ടർമാര്, അല്ലാണ്ട് എന്തല്ല യൂട്യൂബിലെ വ്ളോഗർമാരായ ഡോക്ടർമാരല്ല. അതെല്ലാം കണ്ടാൽ പിന്നെ ദുനിയാവിൽ ഒന്നും തിന്നാൻ കഴിയില്ല. ഞാനത് കാണലേ ഇല്ല. അതേപോലെ ഇങ്ങനത്തെ ലക്ഷണം ഉണ്ടോ, ആ ലക്ഷണം ഉണ്ടോ, ഓരോ ലക്ഷണം പറിച്ചത് കേട്ടാൽ പിന്നെ നമ്മൾ ക്യാൻസർ പിടിച്ച് മരിച്ച പോലെയായി. അതൊന്നും കേട്ട് വെറുതെ. മുജറബായ ഡോക്ടർ, കിതാബുകളൊക്കെ പറയപ്പെട്ടു തബീബുൽ മുജറബ്, നല്ല പരിചയ സമ്പന്നനായ വിശ്വാസയോഗ്യനായ ഒരു ഡോക്ടർ ഇന്ന ഭക്ഷണം നിന്റെ ശരീരത്തിന് കേടാണ് എന്ന് പറയലോടെ ആ ഭക്ഷണം എന്തായി? ഹറാമായി. പിന്നെ തിന്നാൻ പാടില്ല. പിന്നെ അത് തിന്നിട്ടെങ്ങാനും രോഗം വന്നാൽ ഫഹുവ ആസിം, ഓൻ പാപിയാണ്, ഓൻ കുറ്റക്കാരനാണ്. കാരണം അള്ളാഹു നിശ്ചയിച്ച സബബാണ് ഈ ഡോക്ടർ. അതുകൊണ്ട് അയാളാ പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച. അതാണ് ത്വയ്യിബാത്തിൽ ഒന്ന്, ആരോഗ്യപരമായത് മാത്രമേ കഴിക്കാവൂ. രണ്ട്, ത്വയ്യിബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്കിനർത്ഥം ഹലാലായത് മാത്രമേ കഴിക്കാവൂ. ആരോഗ്യപ്രദവും ആവണം, ഹറാമിലൂടെ അല്ലാതെ സമ്പാദിക്കപ്പെട്ട ഹലാല് മാത്രമാവണം.
എങ്കിൽ അടുത്ത വാക്ക് എന്താ അറിയോ? വഅമലു സാലിഹ, സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണം. അഥവാ അമലു സാലിഹാത്തിന് നിങ്ങൾക്ക് തൗഫീക്ക് ലഭിക്കുക തിന്നുന്നത് ഹലാലായാൽ മാത്രമേ. സുബ്ഹിക്ക് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം? സംതിങ് എന്തോ വയറ്റിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കള് നേരെയാവുന്നില്ല. എന്തുണ്ടായിരിക്കും? സംതിങ് എന്തോ ഹറാമ് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഭാര്യ അനുസരിക്കുന്നേ ഇല്ല, ഒന്ന് പറഞ്ഞ രണ്ടിങ്ങോട്ട് പറയുകയാണ്, ചട്ടോളം എടുക്കുകയാണ്. എന്തായിരിക്കും കാര്യം? ഹറാം എന്തോ അവരുടെ രക്തത്തിൽ നമ്മളെ കൈകൊണ്ട് പ്രവേശിച്ചിട്ടുണ്ട്. വഅമലു സാലിഹ, അമലു സാലിഹാവാൻ റിസ്ക് ഹലാലാവൽ ശർത്ത്. അല്ലെങ്കിൽ ഒരിക്കലും ദുആവും സ്വീകരിക്കപ്പെടൂല, ആഗ്രഹങ്ങളും നടക്കൂല, ബർക്കത്തും ഉണ്ടാവൂല, ക്ലച്ച് പിടിക്കൂല. എന്താ ക്ലച്ച് പിടിക്കാത്ത? നമ്മൾ നോക്കുമ്പോ അധ്വാനം. അവൻ ആടെ പോകുന്നു ഇവിടെ പോകുന്നു, രാവിലെ മലേഷ്യയിലുണ്ട്, ഉച്ചക്ക് വിളിച്ചപ്പോ ദുബൈയിലെത്തിയിട്ടുണ്ട്, വൈകുന്നേരം നോക്കുമ്പോ കേരളത്തിലെത്തിയിട്ടുണ്ട്. നമ്മളെ വർത്തമാനത്തിന് എടാ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണലയില്ല, ഭയങ്കരമായ കച്ചവടം. വട്ടപ്പൂജയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നും ഉണ്ടാവില്ല. വർക്കൊന്ന് കൈ നോക്കുമ്പോ ഒന്നുമില്ല. കാരണം ഹറാമിന്റെ വഴിയാ. അള്ളാഹു ബർക്കത്ത് തരൂല, ക്ലച്ച് തരൂല. ഓടടാ ഓട്ടായിരിക്കും. അധ്വാനിച്ച് വിയർപ്പൊഴിച്ച് കഷ്ടപ്പെട്ട് ഒരായുസ് മുഴുവൻ തീർക്കും. പക്ഷേ ലാസ്റ്റ് നോക്കുമ്പോ മക്കള് പറയും, ഇയാൾ എന്തിപ്പോ ഉണ്ടാക്കി ഇത്രയും ഓടിയിട്ട് അള്ളാഹു കാക്കട്ടെ. ഇന്നത്തെ മക്കളുണ്ട്, ഇയാൾ എന്ത് ചെയ്ത് എന്തൊരു കടാക്കിയിട്ടാ മരിച്ചു പോയത്. ഇപ്പൊ പ്രശ്നം കാക്കട്ടെ. മരിച്ചതിന് ശേഷം നമ്മളെ സ്വന്തം മക്കൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ വന്നാൽ ഹറാം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അമലു സാലിഹ, നല്ല തിന്നണം, സാലിഹായ അമൽ ചെയ്യണം. നല്ല തിന്നുന്നില്ലെങ്കിൽ സാലിഹായ അമൽ. എന്തുകൊണ്ടായിരിക്കും ദീനിനോടൊരു താല്പര്യം വരാത്ത ചില മനുഷ്യന്മാരെ കണ്ടിട്ട്? അവർക്ക് ദീനില്ലായ്മ എന്ന് പറയുന്നത് ഒരു കൂസലല്ല. അവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് ഹറാമാണ്, ചെയ്യരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ്. പക്ഷെ അത് വളരെ കൂളായി ചെയ്യുന്നുണ്ടായിരിക്കും. രക്തം ഹറാമാണ്, തിന്ന ഭക്ഷണം ഹറാമാണ്. അതുകൊണ്ട് തന്നെ ദീൻ അവർക്ക് ഗൗരവകരം ആവൂല. സിമ്പിളായിട്ട് എന്നോട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുർസലീങ്ങളോട് പറയും അതേ വാക്ക് അള്ളാഹു ആവർത്തിച്ചു. എന്ത് പറഞ്ഞോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. മുഅ്മിനീങ്ങളെയാ വിളിക്കുന്നത്, കാഫിരീങ്ങളെ. എന്തും തിന്നോട്ടെ, കാഫിറും മുശ്രിക്കും മജൂസി എന്തും തിന്നോട്ട്, പ്രശ്നമില്ല. കാരണം ആദർശയില്ല. പിന്നെ അവരെന്ത് ഹറാം ഹലാൽ? യാ അയ്യുഹല്ലദീന ആമനൂ, മുവഹിദുകളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്നതിൽ ത്വയ്യിബാത്ത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. വഷ്കുറൂ ലില്ലാഹ്, എന്താർത്ഥം? നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്ർ കാണിക്കുകയും ചെയ്യണം. അഥവാ എന്താണ് ശുക്ർ? അമലു സാലിഹ. അല്ലാഹുമ്മ ലക്കൽ ഹംദു ലക ശുക്ർ പറയാനല്ല, അള്ളാഹു തന്നതിന് തിരിച്ചങ്ങോട്ടുള്ള ശുക്ർ. ഞാൻ എപ്പോഴും മടക്കിരിക്കാറുണ്ട് പറയാറുണ്ട്, രാഷ്ട്രപത്താകുമ്പോ നല്ലോണം തിന്നുക, മോശറായിട്ട് തിന്ന, രാത്രി എന്ത് ചെയ്യാം? നല്ലോണം ഇബാദത്ത് ചെയ്യാം. കാരണം അതിന്റെ ശുക്ർ, തിന്ന് കിട്ടിയതിന്റെ ശുക്രാണ് എന്ത്? ഇബാദത്ത്. ഒരുത്തൻ നല്ലോണം തിന്നു, രാത്രി നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? തിന്നത് സംതിങ് എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. തിന്നതിൽ എന്തോ ഹറാമ് കലർന്നിട്ടുണ്ട്. ഹറാം ഇല്ലെങ്കിൽ, ത്വയ്യിബാണ് തിന്നതെങ്കിൽ, റാഹത്തായിട്ട് പതിനറക്കാത്ത നിസ്കാരം റസൂൽ അനുസരിച്ച പോലെ നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. നന്ദി സാലിഹായ അമൽ ചെയ്യാം. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞ തഫ്സീറാണ് ഞാൻ ഈ പറഞ്ഞ, എന്റെ വക പറഞ്ഞതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റിസ്ക് അള്ളാഹ് നിശ്ചയിച്ചു തന്നെ, അധ്വാനിക്കും വേണം. എന്താണോ കിട്ടുന്നത് ഹലാലായി അതിൽ തൃപ്തിപ്പെട്ടോളണം. ഹറാമിന്റെ വഴി നോക്കരുത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ മാലിഹി. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കാലവന് ചലിപ്പിക്കാൻ സാധിക്കൂല, അവന്റെ സ്വത്തിനെ പറ്റി ചോദിക്കപ്പെടുന്നത് വരെ. എന്തായിരിക്കും ചോദ്യം? മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? കൃത്യമായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദുനിയാവിൽ എല്ലാം ഒളിപ്പിച്ചു വെക്കാൻ പറ്റും, ആരും അറിയാണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാഹ് നാളെ ആഖിറത്തിൽ ചോദിക്കുമ്പം കള്ളത്തരം കാണിച്ചാൽ എന്താ കാണിക്കണം അറിയോ? ഫവജദു മാ അമിലു ഹാദിറാ, അവൻ ചെയ്തത് ലൈവായിട്ട് അള്ളാഹു ഒന്ന് കാണിച്ചു കൊടുക്കും. നീ നിഷേധിച്ചത് നോക്ക്, നീ ചെയ്യുന്ന നോക്ക്. ദുനിയാവിൽ
ഏത് നാട്ടിൽ, ഏത് സ്ഥലത്ത്, ഏത് സമയത്താണോ ചെയ്തത് അതങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കും. അതിന് ചോദിക്കും, ഇനി പറ എങ്ങനെയാ സമ്പാദിച്ചത്, വഫീമ അൻഫഖ, എവിടെയാണ് ചെലവാക്കിയത്. ഇതിന് ഉത്തരം കൊടുക്കാതെ അള്ളാഹു ഒരു അടിമയുടെ കാല് ചലിപ്പിക്കാനുള്ള തൗഫീക്ക് കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങളുടെ താക്കീതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, നമ്മളെ വീട്ടുകാരോട്, നമ്മളെ മക്കളോട് പ്രത്യേകിച്ചും ഉണർത്തിയേ പറ്റൂ. പുതിയ കാലം അങ്ങനെയാണ്. ഒരുപക്ഷെ മുസ്ലിം ഉമ്മ 1000 പ്രാവശ്യം ദീൻ കേട്ടിട്ട് പിന്നെയും ഈ തോന്നിവാസത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രക്തം ഹറാമായത് കൊണ്ടാവാം ഖുർആനുള്ളിൽ തട്ടാത്തത്, രക്തം ഹറാമായത് കൊണ്ടാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരു അസറും കൽബുകളിൽ ഉണ്ടാക്കാത്തത്. വെള്ളിയാഴ്ച അരമണിക്കൂർ മിമ്പറിന്റെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുതുബ കേൾക്കുക, കേട്ട് കഴിഞ്ഞ് ഇറങ്ങി വണ്ടി എടുത്ത് നേരെ പോന്നെങ്ങോട്ടാ അറിയോ? വാഴ കാണാൻ. ഏത് വാഴ? ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ള, എങ്ങൊന്നും കേട്ടിട്ടില്ല. ആരെന്നറിയോ? മഅദല്ലാ, ഖത്തീബും ഭാര്യയും. ഖത്തീബും ഭാര്യ. ഇതാണ് ഇന്നത്തെ ദുനിയാവ്. സലഫി പള്ളിയല്ല കേട്ടോ, ഒരു പോല മുവഹിദിന് പോകാൻ പറ്റൂലല്ലോ. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഖത്തീബും ഭാര്യ ജുമാസ്കാരം ഖുത്ബ മൂപ്പരാണെടുത്ത് അത് കഴിഞ്ഞിട്ട് കാണാൻ. ഇതാണ് ഉമ്മത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ട്? സംതിങ് റോങ്. രക്തം ഹറാമാണ്. വളരെ പുതിയ ദുനിയാവില് വരുമാനം വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഭയങ്കരമായ അപകടമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗദബി. നിങ്ങൾ ഹലാലായതേ തിന്നാം, അഥവാ നിങ്ങൾ അതിനെതിരെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്റെ കോപം താങ്ങേണ്ടി വരും, കോപം നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. വമൻ യഹ്ലിൽ അലൈഹി ഗദബി, എന്റെ ഗദബ്, കോപം ആരോടെങ്കിലും ഉണ്ടായാൽ ഫഖദ് ഹവ, അവൻ നശിച്ചു, അവന്റെ കാര്യം പോക്കാൻ. അവന് ദീനുമായിട്ട് ജീവിക്കാൻ പറ്റൂല. ദീനിയാവാൻ മരിക്കുന്നവരെ സാധിക്കില്ല ത്വയ്യിബ് തിന്നാതിരുന്നാൽ. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഖാദിമു ഭക്ഷണം കൊണ്ടേ കൊടുത്തു. അത് കഴിച്ചു. ഈ ഭക്ഷണം എവിടെ നിന്നാണ്, എന്താണ് എന്ന് ചോദിക്കൽ അവരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം അങ്ങനെയായിരുന്നു. എന്ത് കൊണ്ടുവന്ന് വെച്ചാലും എവിടെ നിന്നാണ്, എന്താണ് ഈ ഭക്ഷണം, ഉറവിടം എവിടെയാണ്, ഹലാലാണോ ഹറാമാണോ എന്നറിയാം. ചങ്ങായിമാര് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ചിന്തിക്കണം, ഒരു ഹറാമായിട്ടുള്ള കച്ചവടമാണെങ്കിൽ പോവരുത്. മുസ്ലിമും നമുക്ക് അനുവദിക്കപ്പെടാ ഒരു സാധാ സീതാ കച്ചവടക്കാരനായ മുസ്ലിം പ്രശ്നമില്ല, പലിശക്കാരനായ മുസ്ലിം പോയിക്കൂടാ. ശറഅ് അനുവദിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ സമ്പാദിക്കപ്പെടുന്നതെല്ലാം ഹറാം. ശറഅ് അനുവദിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സമ്പാദിക്കപ്പെടുന്നതെല്ലാം ഹറാം. അപ്പൊ അന്വേഷിച്ചിട്ടേ പോകാവൂ. അപ്പൊ വിളിച്ചാ പോണ്ടേ? വിളിച്ചാ പോക്ക് നിർബന്ധമല്ലേ? ആരാരെ വിളിച്ചാൽ പറയും? മുസ്ലിം മുസ്ലിമിനെ വിളിച്ചാൽ. ആരാ മുസ്ലിം? 5 മൂലിട്ടാളെ മുസ്ലിം. മുവഹിദ് മുവഹിദിനെ വിളിച്ചാൽ, അല്ലാത്ത വിളിച്ചാൽ പോക്ക് നിർബന്ധമൊന്നുമില്ല. സംഭവം മനസ്സിലായി? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റേ മുസ്ലിമിനോടുള്ള ഹക്ക് 6 എണ്ണമുണ്ട്. അതിലൊന്നാണ് എന്ത്? ഇജാബത്തു ദഅവ, വിളിക്ക് ഉത്തരം കൊടുക്കൽ. മുസ്ലിമിന് മുസ്ലിമിനോട്. ആരാണ് മുസ്ലിം? മുവഹിദാണ് മുസ്ലിം. മറ്റോൻ എങ്ങനെ നമുക്ക് മുസ്ലിം ആക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്നലെ ഒരു ഇത് വന്നു, ഒരു ചങ്ങായി ശവ്വാൽ മാസത്തിന്റെ മൗലൂദ് ഓതിയില്ല. ശവ്വാൽ മാസത്തിന്റെ മൗലൂദ് ഓൻ ഓതിയിട്ട. ശവ്വാലാണെങ്കിൽ തീരാനുമായി. ഓനാകെ ടെൻഷനായി. പാവം അയാള് നേരെ മടവൂരിന്റെ ഹദറത്തിൽ, ദർഗ എന്നും പറയില്ല, മഹാനായ മടവൂർ ഷെയ്ഖിന്റെ ഉപ്പാപ്പയുടെ ഹദറത്തിലെത്തി. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഉപ്പാപ്പ ചെല്ലാൻ പറ്റിയിട്ടില്ല, ശവ്വാല് തീരാനായി, എനിക്ക് ആകെ വിഷമാകുന്നു. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മടവൂരുപ്പാപ്പ സംസാരിച്ചു. ഉമർ ഫാറൂഖ് എല്ലാം ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്നറിയോ? സുബ്ഹാനല്ലാഹ്. സലഫി പ്രസ്ഥാനങ്ങൾ ഈ ദുനിയാവിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അറിയും? തനി ഇറാനായി മാറിയിട്ടുണ്ടാവും. തനി ഇറാൻ. ചങ്ങായി പറയാ, കൂളായിട്ട് മൈക്കിലായി പറയുന്നു. മടവൂർ ഷെയ്ഖ് ഖബറെന്ന് എന്നോട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട,
നീ ഇത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ഓതി തീർത്താ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നോട് എന്റെ പടവൂർ ഷേഖ് ജീവനോടെ ഇരിക്കുമ്പോ പറഞ്ഞ പോലെ പറഞ്ഞു. ഈ ചങ്ങായിന്റെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? പിരാന്താണ് ചർച്ച. അങ്ങനെ പറയുന്ന ഒരാളുണ്ട്, ഓന്റെ ബാക്കിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ, നിസ്കരിച്ച നിസ്കാരം സഹിയാവോ? ആ ചർച്ച തന്നെ പിരാന്താണ്. മുസ്ലിമായിട്ട് വേണ്ട ഓന്റെ ബാക്കിൽ പോയിട്ട് നിസ്കരിക്കാൻ. അതുകൊണ്ട് സലഫികളെ മുവഹിദുകളെ രണ്ടും രണ്ടായി വേർതിരിച്ചേ പറ്റൂ. ആദർശത്തില് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. അതുകൊണ്ട് മുവഹിദിനെ വിളിച്ചാൽ പോക്ക് നിർബന്ധമാണ്. അതും ആ മുവഹിദിന്റെ വരുമാനം ഹലാലാണെങ്കിൽ മാത്രം, ഹറാമുണ്ടെങ്കിൽ പോക്ക് നിർബന്ധവും ഇല്ല. ഇനി ഹറാമും ഹലാലും മിക്സ് ആണെങ്കിലോ ഫീഹി ഇഖ്തിയാർ, വേണമെങ്കിൽ പോവാം, പക്ഷെ സൂക്ഷ്മത പോവാതിരിക്കണം. അറിയെങ്കിൽ അന്വേഷിക്കും വേണം. ഒരു ചെറിയൊരു ഒരു എന്തിനു പറയാ, അന്വേഷണത്തിന് എന്തോ പറയണ്ടല്ലോ, അത് നടത്തണം. അപ്പൊ ശരിക്കും ചിലപ്പോ അടി കിട്ടുമല്ലോ, എന്താണോ എന്റെ കച്ചവടം. കാരണം എന്താ അറിയോ, അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ഭക്ഷണം കൊണ്ടേ കൊടുത്തു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുത്തങ്ങ് തിന്നുപോയി. അദ്ദേഹം ചോദിച്ചു തിന്നതിന് ശേഷം, ഇത് എവിടുന്നാ? അപ്പൊ കൊടുത്ത ആള് പറഞ്ഞു, ഞാന് പണ്ട് ജാഹിലീയത്തില് ഒരു കുടുംബത്തിന് ജ്യോത്സ്യപ്പണി എടുത്തു കൊടുത്തിന്. എനിക്ക് ജ്യോത്സ്യപ്പണി അറിയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഖത്തീബായിട്ടിരിക്കുമ്പോ ആ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ദീൻ ഇപ്പൊ അൽഹംദുലില്ലാ കുറെയൊക്കെ റെഡിയായി. ഉസ്താദ് ഗൾഫിലേക്ക് പോവാണ്, എപ്പോഴാ പോകേണ്ടത് നോക്കിയിട്ട് പറഞ്ഞു തരുമോ? ഞാൻ പറയും ഹബീബി എപ്പെങ്കിലും പോയിക്കോ, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്റെ ഒരു അസിസ്റ്റന്റ് ഇമാമുണ്ട്, ഉസ്താദ് അങ്ങനെ പറയല്ല, നിങ്ങൾ നാളെ വരുന്നു പറ, നാളെ വാ, നാളെ വന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ അവരെന്ത് വിചാരിച്ചോളൂ, ആ ഉസ്താദ് ഏതോ കിതാബാറ്റം നോക്കാനുണ്ടാവും, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാനായിരിക്കും. അങ്ങനെയാണ് ആളുകളെ പറ്റിച്ചു വെക്കുക. ഈ കാഹിൻ പറയാണ് സിദ്ദീഖിനോട്, എനിക്ക് കഹാന അറിയില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്തു, അറിയുന്ന ആളെ പോലെ അങ്ങ് തട്ടിവിട്ടു, അത് ഭരിക്കും ചെയ്തു. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ കുറെ കൊല്ലത്തിന് ശേഷം ഇയാളുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടായി, അതിനുള്ള പാരിതോഷികമായിട്ട് എനിക്ക് കൊണ്ടു തന്ന ഭക്ഷണമാണ് ഈ ഭക്ഷണം, അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി, കരയാൻ തുടങ്ങി. ആൾക്കാരോട് ചോദിച്ചു, എനിക്ക് എങ്ങനെയാ ഛർദ്ദിക്കാൻ പറ്റുക? കുറെ ആൾക്കാർ പറഞ്ഞു, കുറെ വെള്ളം കുടിച്ചാൽ മതി. ആരോ പറഞ്ഞു, കൈ വിരലിട്ട വിരൽ അദ്ദേഹം തൊണ്ടയിലേക്ക് കുത്തി ഇറക്കി അത് മുഴുവനും ഛർദ്ദിച്ച് കളയും വരെ കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞു, ആ ഭക്ഷണത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ റൂഹും പോയി പോകുമെന്ന് നമ്മൾ പേടിച്ചു. അത്ര ശ്രദ്ധിച്ചു. നമ്മൾ എത്ര ശ്രദ്ധിക്കണം? അതും ആ കാലത്ത് ഹലാൽ ഏത് ഹറാം ഏത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യമുള്ള കാലം. ഇന്നങ്ങനെയല്ല, ഫുൾ മിക്സ് ആണ്. എത്ര ശ്രദ്ധിക്കണം റിസ്ഖിന്റെ കാര്യത്തിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒട്ടകത്തിന്റെ പാല് കൊണ്ടേ കൊടുത്തു, ഭൃത്യൻ. അദ്ദേഹം ചോദിച്ചു, ഇത് എവിടുന്നാ? അവരുടെ സ്വഭാവമാണ്, ഇത് എവിടുന്നാണ്? അദ്ദേഹം പറഞ്ഞു, സക്കാത്ത് സദക്കന്റെ ഒട്ടകങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ആ അറബുകാരൻ, ഈ നോക്കുന്നാലുണ്ടാവില്ല, അതിന്റെ പറാവുകാരൻ, അയാള് ഒട്ടകത്തെ കറന്നപ്പം അതിനൊരു പങ്ക് നിങ്ങൾക്കും വേണ്ടി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൈയിട്ട് ഛർദ്ദിച്ചിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ആയതിന്റെ പേരിൽ പ്രത്യേകമായി കൊണ്ടുതന്ന പാലാണെങ്കിൽ ആഖിറത്തിൽ ഉമർ അള്ളാന്റെ മുമ്പ് മറുപടി പറയേണ്ടി വരും, ശരിയാവില്ല, ഛർദ്ദിച്ചെങ്കിൽ കളഞ്ഞു. അത്ര സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട് ഭക്ഷണ കാര്യത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റിസ്ക് അധ്വാനിച്ചോളിൻ, പക്ഷെ അധ്വാനം ഹലാലിന്റെ വഴിയിലെ ആകാവൂ, ഹറാമാകുന്ന. സലഫുസ്സാലിഹികളിൽപ്പെട്ട പെണ്ണുങ്ങളുടെ സ്വഭാവ മഹിമ പറയുമ്പോൾ ഉലമാക്കൾ പറയാറുണ്ട്, അന്നഹ തഖൂൽ, അവര് പറയും, യാ ഹാദാ, ഭർത്താവിനോട് രാവിലെ വീട്ടിൽ പോകുമ്പോ, ഇന്നനാ നസ്ബിറു അലൽ ജൂഅ, വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റും, വലാ നസ്ബിറു അലൻ നാർ, നരകം നമുക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹലാല് കൊണ്ടുവന്നാ മതി, മറ്റൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കുന്ന. അതാണ് സലഫുകളുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സംബന്ധിച്ച് ഒരു ഉപമയായി പറഞ്ഞ ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. ആ ഹദീസിന്റെ തുടക്കം എന്താണെന്നറിയോ? ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, പരിശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റജുലുൻ, ഒരാള്, അശ്അസ അഗ്ബറ, അയാള് ശരീരവാസികളും ചേറ് പിടിച്ച മുടിയും താടിയും ഒക്കെ ജട പിടിച്ച ഒരു യാത്രക്കാരനാണ്.
വെറും യാത്രയല്ല, യുതീലു സഫർ, ദീർഘദൂര യാത്രക്കാരൻ. എന്താ ഉദാഹരണത്തിന്റെ പോയിന്റ് എന്നറിയോ? ഒരാളുടെ ദുആ കബൂലാവാനുള്ള ചില കാരണങ്ങളുണ്ട്, അതൊക്കെയും ഇയാളിലുണ്ട്. ഒന്ന് യാത്രക്കാരനാണ്, ദുആ കബൂലാവും. മറ്റൊന്ന് ക്ഷീണിതനാണ്, ആകെ പിന്നെ അവശനായിട്ടുണ്ട്. മൂന്ന് ദീർഘദൂര യാത്രയാണ്. മാത്രമല്ല യമുദ്ദു യദൈഹി ഇലസ്സമ, കൈ രണ്ടും ആകാശത്തേക്ക് ഉയർത്തുന്നു. കൈവക്കി ദുആ ചെയ്യൽ ഇസ്തിജാബത്തു ദുആക്ക് സബബാണ്. യഖൂലു യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, മതഅമുഹു ഹറാം, കഴിച്ച ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, കുടിച്ച വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം ഹറാമാണ്. വഗുദ്ദിയ ബിൽ ഹറാം, അവൻ വളർത്തപ്പെട്ടതേ ഹറാമിലാണ്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, അവന് എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് സ്വയം ഹറാമ് തിന്നാലും ഭാര്യ മക്കൾക്ക് തീറ്റിച്ചാലും പിന്നെ സ്വന്തത്തിലോ അവരിലോ ദീൻ പ്രതീക്ഷിക്കേവണ്ട. ഒരു റാഹത്തും ആ വീട്ടില് സ്വപ്നം കാണണ്ട. പ്രശ്നങ്ങൾ നമ്മളെ വിട്ട് ഒഴിയൂല, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റിസ്ക് വരുമാനം എന്താണ് എന്നതിനെ പറ്റി ചിന്തിച്ചേ പറ്റൂ, അതിനെ ഹലാലാക്കിയേ പറ്റൂ. ഹറാം ഉണ്ടെങ്കിൽ അപകടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അലൻ നാസി സമാനുൻ, ഒരു കാലഘട്ടം വരാനുണ്ട്. ഈ കാലത്തെ പറ്റിയാ പറയുന്നത് കേട്ടോ. ലാ യുബാലിൽ മർഉ, ഒരാൾക്ക് വിഷയമേ ആയിരിക്കൂല, നെവർ മൈൻഡ് ആയിരിക്കും. എന്ത്? മാ ഉഖിദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം, അവന്റെ വരുമാനം, അവന്റെ സമ്പത്ത് ഹറാമാണോ ഹലാലാണോ എന്നതിനെ പറ്റി ഒരു കൂസലുമില്ലാത്ത കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരും. അതെന്താണ്? പിടിച്ചു പറിക്കുക, അപഹരിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, കള്ളം പറയുക, മറ്റുള്ളവനോട് ദുൽമ് ചെയ്തിട്ടുണ്ടാക്കുക, ഹറാമാണെന്ന് കൃത്യവും വ്യക്തവുമായി ബോധ്യപ്പെട്ട കാര്യം പോലും ഒരു കൂസലില്ലാണ്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക, ഹറാമാണോ ഹലാലാണോ എന്ന് ഒരു ശക്കിൽ നിൽക്കുന്നതിൽ ആ വഴിക്ക് പോവുക. എങ്ങനെങ്കിലും എന്തായാ മതി, പൈസക്കാരനായാൽ. അറബിന്റെ ബെൽപ്പിൽ നിന്ന് പൈസ എടുക്കുന്ന പോലെ. ഇപ്പൊ അല്ല, പണ്ട് ഒരു 100 റുപ്യ എടുത്തിനെ, ഒരു മനസ്സിലാവില്ലല്ലോ. ഈ ചെലുത്തിട്ട് വന്നു, പിറ്റേന്ന് 100 ദിർഹംസ്. ശേഷം 100 ദിർഹംസ് എടുത്തിട്ടുണ്ട് കേട്ടാ. എവിടെ മാഷാ അല്ലാഹ് ഹബീബി ഒന്നും തിരിച്ചിട്ടല്ലോ. നാട്ടിൽ വരുന്ന്, 2 നല്ല വാണിക എടുക്കുന്നു, ഇന്നോവ കാർ വെക്കുന്നു, അവിടെ നട്ടുകൊണ്ട് 2 ബിൽഡിങ് വാങ്ങുന്നു. ഇത് എവിടെ നിന്നായി? അള്ളാഹു ഹലാലാക്കി തരട്ടെ നമ്മുടെ സമ്പത്തൊക്കെ. ഉദാഹരണം പറഞ്ഞത് മാത്രം. പക്ഷേ ഇപ്പൊ വരാൻ കഴിയില്ല, അവിടെ ഞാൻ പണ്ട് എന്ന് പറഞ്ഞത്, ഇപ്പം വരാൻ കഴിയില്ല. ഇതിൽ ഏറ്റവും പ്രശ്നം എവിടെയാന്ന് ചോദിച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഏത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ സമ്പാദിക്കുന്നത് എന്ന് ചിന്തിക്കാത്തൊരു കാലം വരും. അന്ന് ഫഇന്ന ദാലിക ലാ യുസ്തജാബു ലഹും ദഅവ, അവരുടെ ഒരു ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ല. ഹറാമായ സമ്പത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവന്റെ ദുആ ഇസ്തിജാബത്തില്ലാത്ത ദുആ ആയിരിക്കും. അതുകൊണ്ട് മക്കള് നേരെയാവൂല, ജീവിതത്തിൽ സ്വസ്ഥം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഇങ്ങനെ ഓടും. അത്ര ആ കൂട്ടത്തിലെ ഉലമാക്കള് ഏറ്റവും ഗൗരവകരമായി പറഞ്ഞ ഒരു മസ്അല പലിശയുടെ മസ്അലയാണ്. ഗിബ, ഒരർത്ഥത്തിലും ഹലാലാക്കാൻ ഒരു മസ്അലയും നമ്മുടെ കൈമലില്ല. ഒരിക്കലും ഒരു വർഷവും അതിൻ്റെത് ഹലാലാവില്ല. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ. അപ്പൊ മറ്റവർക്ക് എന്തില്ല? ഇവ അതേപോലെ അവരെന്തോ ആയിക്കോട്ടെ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്താ അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിനെ പേടിക്കണമെന്നല്ല പറഞ്ഞ വാക്കിനർത്ഥം. എന്തിനെയാണോ പേടിക്കുന്നത് ആ പേടിക്കുന്നതിൽ എത്തിപ്പെടാതിരിക്കാനുള്ള വഴി സ്വീകരിക്കാൻ. അതാണ് തഖ്വ. നരകത്തല്ലേ നമുക്ക് പേടി,
അള്ളാഹുവിന്റെ കോപമാണ് പേടി. എങ്കിൽ അള്ളാഹിന്റെ കോപത്തിൽ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അതിനെ സൂക്ഷിക്കാം. അതാണ് ഇത്തഖുള്ള. അതിന് അതൊരു ഉസ്താദ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. കൊറോണ പോലെ. കൊറോണ എല്ലാവർക്കും പേടി ഉണ്ടായ ഒരു അസുഖമാണ്, അള്ളാഹു കാക്കട്ടെ. നമ്മളതിനെ പേടിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? മാസ്ക് ഇട്ടു. ആ മാസ്കിന്റെ പേരാണ് തഖ്വ. പേടി എന്തിനാ? കൊറോണ തന്നെ. അത് വരാതിരിക്കാനുള്ള മുൻകരുതലാണ് എന്ത്? മാസ്ക് ധരിക്കുക എന്നുള്ളത്. ആ മാസ്ക് ധരിക്കുന്നതിന്റെ പേരാണ് തഖ്വ. എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അതിന് മുമ്പ് ഒരു മുൻകരുതൽ സ്വീകരിക്കുക. അതാണ് തഖ്വ. ഇത്തഖുല്ലാഹ് വലാ തഖറബു സിന എന്ന് പറഞ്ഞ പോലെ സിന ചെയ്യാതിരിക്കലല്ല, സിനയിലേക്ക് എത്തുന്ന വഴികളിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വദറൂ മാ ബഖിയ മിനൽ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ എന്തൊഴിവാക്കിക്കൊള്ളണം? പലിശ ഒഴിവാക്കിക്കൊള്ളണം. ആ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? പലിശ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? ഈമാൻ ഇല്ല. അഥവാ മുഅ്മിനും റിബയും ചേരൂല. മുഅ്മിനും റിബയും ചേരൂല. മുഅ്മിനാണെങ്കിൽ അയാളിൽ പലിശ ഉണ്ടാവില്ല. ഫഇൻ ലം തഫഅലു, ഇനി നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ, ഖുർആന പറയും, നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും പലിശ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധപ്രഖ്യാപനം നടത്തിക്കോളൂ. നോക്കാം ആരാ ജയിക്കാൻ. ശക്തമായ താക്കീതാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് ഓതുകയും എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, യുഖാലു യൗമൽ ഖിയാമത്തി ലിആകിലിൽ റിബ, പലിശ തിന്നുന്നവനോട് ഖിയാമത്ത് നാളിൽ പറയപ്പെടും, ഖുദ് സിലാഹക ലിൽ ഹർബ്, യുദ്ധത്തിനു വേണ്ടി നിന്റെ ആയുധം എടുത്തു വന്നുകൊള്ളുക. ആരോട്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. നമ്മുടെ AP പറയാറുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. സക്കാത്തിനെ പറ്റി ചില ആൾക്കാർ വന്നിട്ട് മസല ചോദിക്കുമ്പോൾ തോന്നലെന്താ? എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തിനാ ചോദിക്കുന്നത്? കൊടുക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും മസല ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ പലിശനെ എങ്ങനെങ്കിലും ഒന്ന് ഹലാലാക്കി കിട്ടാനാണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു പറയും, ഖുദ് സിലാഹക്, ആയുധം എടുത്തിട്ട് വാ, നമുക്ക് നോക്കാം. എന്ത് ചെയ്യും? ആര് രക്ഷിക്കും? ഇവിടെ നമുക്ക് കുറെ ആൾക്കാരുണ്ടാവും പറയാനും സപ്പോർട്ട് ചെയ്യാനും ധൈര്യം തരാനും. എത്ര ഓടി വരിക? എത്ര കോടിയാ? 10 കോടിന്റെ ഓടി ബാങ്ക് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു ബാക്കിൽ. ഇവന് പറഞ്ഞു, ശരിയാവില്ലപ്പാ, ഇന്നലെ ഖുതുബ കേട്ടിട്ടേ ഇല്ലു, വെറുതെ ശൈത്താൻ വന്നിട്ടുണ്ട്, ഉറക്കം വരുന്നില്ല. പിറ്റേന്ന് രാവിലെയായി, പിന്നീട് ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, സാർ ഗുഡ് മോർണിംഗ് സാർ, 10 കോടിന്റെ റെഡി ആയിട്ടുണ്ട്, എന്താ സാറ് അയച്ചോട്ടെ? വേണ്ട മോളെ, അതൊക്കെ ഹറാമ, നമുക്ക് ശരിയാവില്ല. പക്ഷെ ഉച്ചക്ക് ചോറയ്ക്കുമ്പോൾ ചോറിൽ കാണുന്നതും 10 കോടി, വൈകുന്നേരം ചാടിക്കുമ്പോൾ അതിൽ കാണുന്നതും 10 കോടി. പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്തായാലും ഇട്, വെറുതെ പാക്ക്, പൈസക്ക് ആവശ്യമുണ്ട്. വിടൂല. ഈ ഒരു വെല്ലുവിളി അള്ളാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശൈത്താൻ വിടൂല. പലിശ എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചേ പറ്റൂ. അല്ലാഹു അലം. കച്ചവടം ചെയ്തു. അല്ലാഹു അലം. അങ്ങനെ കേട്ടിട്ടുണ്ട്, പലിശരഹിത വായ്പ അല്ലെ? അതൊരു മാസം മുടങ്ങിപ്പോയാലോ ഫൈൻ ഉണ്ടാവും. നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഇല്ല, നമ്മളെ ബാങ്കിൽ നിന്ന് തരുന്നത്, അതിൽ നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട്. അഥവാ ഒരു ഇത് മുടങ്ങിയാൽ പിന്നെ തരുമ്പോ എന്ത് തരേണ്ടി വരും? ഇത്ര ശതമാനം അധികം തരേണ്ടി വരും. ആ അധികമാണ് റിബ, അതാണ് പലിശ. അല്ലെങ്കിൽ അതായത് എന്തിനാ ഇപ്പൊ പൈസ? മനസ്സിലായി, അങ്ങ് പറഞ്ഞ മനസ്സിലായി. അതെ,
പലിശ രണ്ട് അഭിപ്രായങ്ങളാണ് ഉലമാക്കൾ പറഞ്ഞത്, മനോഹരമായി പറഞ്ഞു. അതിലൊന്ന് പൊതുവായിട്ടുള്ള ബാത്റൂമോ ലൈറ്റോ റോഡ് വെട്ടലോ അങ്ങനെ എന്തെങ്കിലും. ചില ഉലമാക്കൾ പറഞ്ഞു അതും ശരിയാവില്ല, അതും ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൻഫഅത്ത് എടുക്കുന്നുണ്ട്, അതിൽ നിന്നൊരു ഉപകാരം എടുക്കുന്നുണ്ട്. ഒന്നുകിൽ അവിടെ തന്നെ ഇടുക. അവിടെ ഇട്ടാൽ എന്ത് ചെയ്യും, ബാങ്കുകാർ എടുക്കും, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, എന്തൊക്കെ ആയിക്കോട്ടെ, അവര് അല്ലാഹു തമ്മിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതെടുത്തിട്ട് ജാഹിലിയത്തില് ഈ വായ്പയും മറ്റുമെല്ലാം എടുത്തിട്ട് പലിശ കൊടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്ന, എന്നാൽ ഇപ്പം തൗബ ചെയ്ത ആൾക്കാരുണ്ടാവും, തൗബ ചെയ്താലും കൊടുത്തല്ലേ പറ്റൂ, അവർക്ക് കൊടുത്തിട്ട് ആ പലിശ എന്ത് ചെയ്യാം, അവരുടെ കടങ്ങ് കൂട്ടിക്കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ, ഹയർ. ഒന്നും ശരിയാവില്ല. ഉലമാക്ക പറഞ്ഞെന്താ അറിയോ, അത് ശരി, നിങ്ങൾക്ക് പറ്റാത്ത മറ്റോന് പറ്റുമല്ലേ, നമുക്ക് വേസ്റ്റ് ആണല്ലോ, ആ വേസ്റ്റ് എങ്ങനെ മറ്റോന് പറ്റില്ല. നമ്മക്കല്ല, അടിമക്കാ പറ്റാത്തത്. അള്ളാന്റെ മുഅ്മിനായ അടിമക്കാണ് പലിശ പറ്റാത്തത്. ഇപ്പൊ ഞാനും അള്ളാന്റെ അടിമ തന്നെ, ഓനും അള്ളാന്റെ അടിമ തന്നെ, ആർക്കും അത് പറ്റൂല. നജസ് എനിക്കും പറ്റൂല, മറ്റൊന്നും പറ്റൂലല്ലോ. അപ്പൊ ഇത് ചെയ്തോ, എടുത്തിട്ട് ഇതേപോലെ സെലഫികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ചിലപ്പോ ഒരു കാര്യം കൂടെ, ചിലപ്പോ 3 നിലയുള്ള വീട്ടിലായിരിക്കും ചങ്ങായി താമസിക്കുന്നുണ്ടാവുക, പക്ഷെ കടം കൊണ്ട് വലയുന്നുണ്ടാവും. ഈ ബാങ്കിന്റെ പ്രശ്നത്തിലുണ്ടാവും. ചെന്ന് കാണുക, സംസാരിക്കുക, ഉണ്ടെങ്കിൽ ആ പൈസ എടുത്ത് മൂപ്പർക്ക് കൊടുത്തിട്ട് പറയാതാ ഇത് അടച്ചിട്ടങ്ങ് തീർക്ക്, ക്ലാസ് കഴിഞ്ഞു. അതാണ് ഏറ്റവും ബെറ്റർ. അതൊരു തരം ഞാൻ. അപ്പൊ ഇത് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ ഈ ഹദീസ് എന്ത് പറയും, അതായത് നോക്കിയേ, ലഅനല്ലാഹു ആകില ദിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. ഇനി ഇപ്പൊ പറയാൻ പാടില്ലേ, റസൂലുള്ളാഹി പറഞ്ഞു, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, ആകില ദിബ, പലിശ തിന്നുന്നവനെ, എന്റേത്, വമൂകിലഹു, അത് തീറ്റിക്കുന്നവനെ, എന്റേത് മറ്റവന് കൊടുക്കുക, വാ കാതിബഹു, അത് എഴുതി വെക്കുന്നവനെ. ബാങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂല, ഇല്ല പറ്റൂല, പറ്റൂല. ബാങ്കിന് നമ്മളെ ബിൽഡിംഗ് വാടക കൊടുക്കാനും പറ്റൂല. കാരണം വശാഹിദൈഹി, അതിന് സാക്ഷി നിൽക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഹും സവാ, ഇവരെല്ലാം ഒരേപോലെ. പാവങ്ങൾ കൊടുക്കാനാ? ഇല്ല, ഇല്ല, പറ്റൂല. അതായത് അത്ര എന്തിനും അത്ര വൃത്തികെട്ട പൈസയാണ് പലിശന്റെ പൈസ. ബാക്കി ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ഉണ്ട് പലിശൻ്റെത്, അടുത്ത ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന്റെ അപ്പുറത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഹജ്ജിന് പോകണം, അല്ലാഹു യാത്ര ഉറപ്പാക്കി തരട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.